Good morning. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു അപ്പോൾ കാര്യം ഈ സംഭവം ഷോ ഓഫ് ചെയ്യാനല്ല, ഈ സംഭവം കൊണ്ടുണ്ടാവുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് പറയാനാണ് ഈ വീഡിയോ. തൊണ്ടയ്ക്ക് ഒരു ചെറിയ കിച്ച് ഇപ്പം പിന്നെ എല്ലായിടത്തും പനിയും ജലദോഷം എല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ മാറി മാറി നമുക്ക് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ പറയാൻ പോണത് നോർമൽ എന്ന് വിളിക്കാൻ പറ്റുന്ന അറിയില്ല, ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നെയിൽസ് എപ്പോഴും നല്ല ലോങ് ആൻഡ് എന്തെങ്കിലുമൊക്കെ നെയിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ, എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഷോർട്ട് നെയിൽസ് കാണുമ്പോൾ എനിക്ക് ഏതോ സംതിങ് ഉള്ളിലൊരു കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ എന്താ ഒരു ഫീൽസ് ലൈക്ക് ദിസ് ഒരു മാസ്കുലിൻ എനർജി എന്നെ പോലെയോ എന്തോ. പക്ഷെ എനിക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹാൻഡ്സ് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഐ ഓൾവേസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ കളേഴ്സ്. നെയിൽ ആർട്സ് ഒക്കെ വന്നു തുടങ്ങിയ സമയം, ആ സമയത്തൊക്കെ അതൊക്കെ ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് ഇത്തിരി സ്വന്തമായിട്ട് ഇത്തിരി ഇങ്ങനെ പടം വരയ്ക്കാനും ഇത്തിരി കളർ സെൻസും എന്തായാലും പറയാം, ഒരു ആർട്ടിസ്റ്റിക് ഒരു ക്രിയേറ്റീവ് നേച്ചറുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊക്കെ ചെയ്യും. ഐ ഓൾവേസ് വാണ്ടഡ് നീറ്റ് ആൻഡ് ടൈഡി, ലൈക്ക് ഇങ്ങനെ കണ്ടിരിക്കണം. അപ്പോൾ ഈ നമ്മുടെ പണ്ടത്തെ നെയിൽ പോളിഷിൻ്റെ ഒരു പ്രത്യേകത, ലൈക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ നല്ലോണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അലക്കുക പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പോരും. അല്ലെങ്കിൽ ചിലർക്കുണ്ടാവും ഈ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ഇങ്ങനെ ചരണ്ടി കളയാൻ പരിപാടി. അത് ഹാഫ് അങ്ങനെ പോയത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കാണുമ്പോൾ എന്തോ പോലെയാണ്. പക്ഷെ നമുക്കത് എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അങ്ങനെയായിരിക്കും. സമയം കിട്ടുന്ന സമയത്ത് ഞാനത് റീപെയിൻ്റ് അടിക്കും, മാറ്റിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഫ്രം മൈ ടീനേജ്. ആഫ്റ്റർ സം ടൈം ഐ അണ്ടർസ്റ്റുഡ് അത് അത്ര നല്ലതല്ല, നെയിൽസിന് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഈ സമയം റിമൂവർ ഇട്ട് മാറ്റുന്നു, നമ്മൾ അടുത്ത നെയിൽ പൊളിഷൻ അല്ലെങ്കിൽ നമ്മൾ ആ നെയിൽ പൊളിഷൻ നമ്മൾ ഇത്തിരി പോയത് മാറ്റി കണ്ടുവിടുന്നു. പണ്ട് എൻ്റെ ടൈമിൽ ഇങ്ങനെ ഒരു ഹാൻഡ് മാത്രം, ഈ ഹാൻഡിനപ്പം അങ്ങനെ വിടും ഡ്യൂ ടു ഹൈജീൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അത് കാണുമ്പോഴും എനിക്കിഷ്ടമല്ല, എനിക്ക് രണ്ട് കഴിയുന്നില്ല. പക്ഷെ നമ്മളുടെ സന്ദർഭങ്ങളനുസരിച്ചിട്ട്, നമ്മളുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ അനുസരിച്ചിട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് മോസ്റ്റ് ഓഫ് us can't do that. ബട്ട് ഞാൻ പറയാം, എനിക്ക് അത് രണ്ട് കൈയും വെൽ ഡൺ ആയിട്ടിരിക്കണത് എനിക്കിഷ്ടം. മെനി ആർ ഡൂയിങ് നെയിൽ എക്സ്റ്റെൻഷൻസ് ആൻഡ് ഞാനും ഈ ഇപ്പം നെയിൽസിന് ഇത്ര ഒബ്സസ്ഡ് ആകുമ്പോൾ ഞാനും ഫസ്റ്റ് പോയി ട്രൈ ചെയ്യുമല്ലോ. സോ ഐ ട്രൈഡ്. നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഇത് കാരണം ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെന്നാലും ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ സഹിക്കും. അതാണ് ഗേൾസ്, എന്താ ചെയ്യാൻ, ഞങ്ങൾ ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ സഹിക്കും. ഐ ഷുഡ് ടെൽ യു വൈ ഡിഡ് ഐ സ്റ്റാർട്ട് പുട്ടിങ് എക്സ്റ്റെൻഷൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് കുറച്ച് ഫ്യൂ മന്ത്സ് ആയിട്ട് ഐ നോട്ടിസ്ഡ് എനിക്ക് പണ്ടത്തെ പോലെ നെയിൽസ് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഗ്രോ ചെയ്യണ സമയത്ത് അതിങ്ങനെ പൊട്ടിപ്പോകാം, ബ്രിട്ടിൽ നെയിൽസ്. അതായത് നോർമലി നമ്മൾ ഒടിഞ്ഞു പോകാമെന്നല്ലേ പറയാം, ഇത് ഒടിഞ്ഞു പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഷീറ്റ് കീറണ പോലെ അങ്ങനെ കീറുമ്പോൾ അത്രയും ബ്രിട്ടിലാണ്. ഇത് ജസ്റ്റ് ബിക്കോസ് ഓഫ് അവർ ജനറൽ ഹെൽത്ത്. അപ്പം മേ ബി ഞാൻ ചില കാര്യങ്ങളിൽ ഡൗൺ ആയി കാണും, അതുകൊണ്ടായിരിക്കും നെയിൽസ് ബ്രിട്ടിലായത്. സോ ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് ലോ അയൺ ആൻഡ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അതായിരിക്കാം. അല്ലെങ്കിൽ ബയോട്ടിൻ്റെ കുറവ്. ഐ ആക്ച്വലി ചെക്ക് മൈ അയൺ ലെവൽസ് ആൻഡ് ഇറ്റ് വാസ് എ ബിറ്റ് ലോ. സോ ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. കുറേ നാളുകൾക്ക് ശേഷം കുറേ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് നോട്ട് ഹെൽത്തി. എനിക്ക് ആ ഒരു അവയർനെസ് കിട്ടി. എപ്പോഴും നമ്മൾ നെയിൽ പോളിഷ് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒന്നും ഇടാണ്ട് നമ്മൾ നിൽക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ 1 month 2 month. നമ്മൾ ആ ഒരു ഗ്യാപ്പ് എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ആഫ്റ്റർ ദാറ്റ് ഞാനിങ്ങനെ ഐ യൂസ് ടു പുട്ട് ദാറ്റ് ഗ്യാപ്പ്. പക്ഷേ ആ സമയത്ത് വെൻ ഐ സീ മൈ നെയിൽസ് ഐ ഫീൽ
ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ലൈക്ക് ഐ എം നോട്ട് പ്രിപ്പയർഡ്. ലൈക്ക് എന്താണ് ആ എക്സാക്ട് ഫീലിംഗ് ഐ ഡോണ്ട് നോ, ഫീൽസ് റിയലി ഓഫ്. ഞാൻ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്ലീസ് ലെറ്റ് മീ നോ. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരും ഇത് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ നെയിൽസിനോട് ഇത്ര ഒബ്സെഷൻ ഇല്ല, നെയിൽസ് അങ്ങനെ കെയർ ചെയ്യണ അല്ല എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. സോ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നതല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഇത് എൻ്റെ മാത്രം ഞാൻ തന്നെ ഫൗണ്ട് ഔട്ട് ചെയ്തതും എൻ്റെ എവിടെ നിന്ന് കിട്ടിയൊരു അറിവല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഇതല്ലാതെ ഞാനിപ്പോൾ പറയാൻ പോണതല്ലാണ്ട് വേറെ എന്തെങ്കിലും ബെറ്റർ പ്ലാൻസ് ഉണ്ടോയെന്ന്, ലൈക്ക് ഇങ്ങനത്തെ ഒബ്സസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഓക്കെ, നമ്മൾ സാധാരണ സ്റ്റിക്ക് ഓൺ നെയിൽസിന് ഇപ്പോൾ സ്റ്റിക്ക് ഓൺ നെയിൽസ് ഒരുപാടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്ക് ഓൺ നെയിൽസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ആണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റേ നമ്മളുടെ നെയിലിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞിട്ടാണ് അപ്പോഴാണ് ആ ഗ്രിപ്പിൽ അതിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഡാമേജിങ് ആർ നെയിൽസ്. അതായത് നെയിലാണ് നമ്മൾ അസറ്റോൺ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്, അത് എക്സസീവ് ഡ്രൈയിങ് ആവും, ക്രോണിക് ഡ്രൈനസ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കളയും, ആൻഡ് ആ മൈക്രോ പീലിംഗ് ഉണ്ടാവും. നമ്മൾ ഈ ഉറച്ചും കൂടി കളയുന്ന സമയത്ത് പിന്നെ പറയുന്നുണ്ട് നെയിൽ തിന്നിങ് അങ്ങനെ തന്നെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇങ്ങനത്തെ സ്റ്റിക്ക് ഓൺസ്. പലർക്കും ഇത് അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അറിയാത്ത ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ട്. ഇനി കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ കുറേ ബാക്കി കാര്യങ്ങൾ യൂസ് ചെയ്യണതിനുള്ള ഡീമെറിറ്റ്സ് ഇത് കവർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക, നമ്മളുടെ നെയിലിൻ്റെ ഇതിനോടുള്ള സംഭവം എടുക്കുക, എന്നിട്ട് ഒട്ടിക്കുക. ഒരു നെയിലിൻ്റെ സാമ്പിളാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസാണ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഫങ്ഷന് പോകണമെങ്കിൽ നമുക്കൊരു ഇത്തിരി ടൈം മതി. ഈ നെയിൽസ് എടുക്കുക, ബാഗിലിടുക, അല്ലെങ്കിൽ ഈ സ്റ്റിക്കർ എടുക്കുക, ബാഗിലിടുക, എന്നിട്ട് നല്ല സമാധാനമായിട്ട് നമ്മളിത് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി നമുക്കിത് ഒട്ടിക്കാം. സ്റ്റിക്കർ ഇതിൻ്റെ ആയിട്ടുള്ളൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ജെൽ എക്സ്റ്റൻഷൻസ് പോലെയോ അക്രിലിക് പോലെയോ അല്ലെങ്കിൽ നമ്മൾ സെലോണിൽ പോയി ചെയ്യുന്ന മറ്റേ സ്റ്റിക്ക് ഓൺസിൻ്റെ പോലെയോ ഒന്നും സ്ട്രോങ് അല്ല. സോ ഇത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാണം കെടേണ്ടതായ അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് ചില സമയത്ത്. ഇപ്പോൾ ഓരോന്നിൻ്റെ പശയും വേറെ വേറെ പോലെ ആയിരിക്കും. അപ്പോൾ നല്ല പശ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടി നല്ലോണം ഒട്ടിയെന്നോളും. പിന്നെ നമുക്കിപ്പോൾ വലിച്ചൊരു സാധനം എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ശക്തിയായിട്ട് എന്തെങ്കിലും ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഷെയിംലെസ്ലി വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ തെറിച്ചു പോകും. അപ്പോൾ തെറിച്ചു പോകുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ബട്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ നമുക്ക് ആ ഫംഗ്ഷന് അതിട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ഉരിക്കളയാം. പിന്നെ നെയിൽ പെയിൻറ്റ് നമ്മളുടെ നെയിലിലേക്ക് വരുന്നില്ല, നമുക്ക് ആവശ്യമായി ഊരിക്കളയാം, നമുക്ക് നെയിൽസ് വളർത്തണമെന്നില്ല, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിന്. പക്ഷേ ഈ ഒരു സംഭവമാണുള്ളത്, എപ്പോൾ വേണമെങ്കിലും ഇത് തെറിച്ച് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ഗ്ലൂ, അപ്പോൾ എക്സ്ട്രാ ഈ സാധനം ബാഗിലേക്ക് എഴുതി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. ഇപ്പോൾ ഈ നെയിൽ പെയിൻറ്റ് അടിക്കുന്നതിനൊക്കെ ഒരു ബ്രേക്ക് എടുത്തേക്കുന്ന പേഴ്സൺസിനാണെങ്കിൽ അല്ലെങ്കിൽ നെയിൽ എക്സ്റ്റൻഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്ക് ഇടണം. അപ്പോൾ ആ ബ്രേക്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് റൈറ്റ് നൗ വിച്ച് ഐ ഡിഡ് ഇസ് ഇതേപോലെ തന്നെ കുറേ പ്രാവശ്യം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി കുറേ നാളായി ഞാൻ ചെയ്തിട്ട് ഏകദേശം ഒരു ഐ ഗേവ് സം 4 months ഗ്യാപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ന്യൂഡ് കളർ സെലക്ട് ചെയ്തത്. ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് പോയി ചെയ്തതാണ്. കുറേ നാളായിട്ട് എൻ്റെ കൈ എനിക്കിങ്ങനെ ചുമ്മാ ഇപ്പം ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമല്ല, എൻ്റെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ കാണുമ്പോഴും എനിക്ക് നെയിൽസ് വെൽ ഡൺ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഐ ഫീൽ ഓഫ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കാരണം ഞാനിങ്ങനെ പോയി ചെയ്യുന്നതാണ്. വിച്ച് ഐ വോണ്ട് ബി ഡൂയിങ് ഞാൻ കുറേ നാളത്തേക്ക് ഇത് ചെയ്യില്ല, കുറേ മാസങ്ങളിലേക്ക് ഞാനിത് ചെയ്യില്ല. ഫസ്റ്റ് എനിക്കത് ഇഷ്ടമില്ലായിരുന്നു ചെയ്തത്, കാരണം ഞാൻ ഇത്തിരി പെർഫെക്ഷനൊക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചി ചെയ്തതിൽ യാതൊരു പെർഫെക്ഷനും തോന്നിയില്ല.
ബട്ട് സ്റ്റിൽ സംതിങ് ഈസ് ദെയർ. ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പെർഫെക്ഷൻ ഇല്ലായിരുന്നാൽ തോന്നുന്നില്ല, അടുത്തേക്ക് വരുമ്പോഴേ തോന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇത് ചെയ്തിട്ടൊരു 1 വീക്ക് കഴിഞ്ഞു. ആൻഡ് ഈ ന്യൂഡ് കളർ ചെയ്യുമ്പോൾ എനിക്കൊരു ഡിമെറിറ്റ് തോന്നിയത്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ന്യൂഡ് കളർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും, അപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് ഈ സ്റ്റെയിൻസ് വരുന്നത്. അങ്ങനെ എനിക്ക് ആ യെല്ലോ ടിൻ്റെ കിട്ടി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കുമ്പസാരം. ഒബ്സസ്ഡ് വിത്ത് നെയിൽസ്, ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്, ബട്ട് ഐ എം ട്രൈങ്. ഇത് റിമൂവ് ചെയ്ത് കളയാൻ കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നൗ ഐ ഹാവ് ടു റിമൂവ് ഇറ്റ്. അപ്പോൾ ഞാനൊരു സലൂണിൽ പോയിട്ട് ഇത് റിമൂവ് ചെയ്യും. നമ്മളൊരിക്കലും ഇത് വലിച്ചും കളയാൻ നോക്കരുത്, പിന്നെ നമ്മുടെ നെയിൽ ബെഡ് ഡാമേജ് ആയിരുന്നു. രണ്ടാമത് ഇതൊക്കെ ഫുള്ളൊന്ന് സെറ്റായി വരാൻ എന്തായാലും ഒരു 4 months ഒക്കെ എടുക്കും, ഫുള്ളി നല്ല പുതിയ നെയിൽസ് വരാനായിട്ട്. നെയിൽസിന് അങ്ങനെ ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആ മോയ്സ്ചർ കണ്ടൻറ്റും ഒക്കെ അങ്ങ് നശിപ്പിക്കും. അങ്ങനത്തെ കാര്യമുണ്ട്. പെർമനൻറ്റ് ഡാമേജ് ഒന്നും എനിക്ക് ഇതുവരെ ആയിരുന്നു. ഒരു പെർമനൻറ്റ് ഡാമേജ് ഉണ്ട്, നമ്മൾ ഉള്ളിൽ നിന്ന് കഴിക്കണമെന്ന് നമ്മൾ ആ ന്യൂട്രീഷൻ നോക്കാത്തതുകൊണ്ടും ആ ഒരു ജനറൽ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ് പെർമനൻറ്റ് ഡാമേജ് വരിക. അല്ലാതെ ഈ സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രോപ്പർ സ്റ്റഡിയിൽ എനിക്കൊരു പെർമനൻറ്റ് ഡാമേജ് കണ്ടില്ല. പുതിയ നെയിൽസ് വരാത്തോടത്തോളം ഇത് ഭയങ്കര തിന്നാവും. ആൻഡ് ഈ മുകളിലത്തെ ലെയറൊക്കെ കളയുന്നതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ലൈക്ക് വേഴ്സ്റ്റ് കേസസിൽ നമുക്ക് അതിപ്പം ഹൈജീൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും നമുക്ക് പല ഇൻഫെക്ഷൻസും വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ജനറലി ഇതൊക്കെ ചെയ്യണവർ യൂഷ്വലി അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരിക്കും. സോ ഹോപ്പ് ദിസ് വാസ് ഇൻഫോർമേറ്റീവ്. വലിയ ഇൻഫർമേഷൻ ഒന്നുമില്ലെങ്കിൽ എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ നിങ്ങൾക്ക്, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ കാണും. സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഞാൻ കുറേ പേര് അങ്ങനെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് ഇത്തിരി ഓഫാണ്. ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനൊരു എല്ലാ തിരക്കും പരിപാടിയും അസുഖവും ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെയിൻ തിങ്. നെയിൽ ആർട്സ് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ബൈ.